ദിൽസേ ദുനിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം സാധാരണയായി ഭൂമിയെ മനുഷ്യരുടെ മാത്രമായുള്ള ജീവിതവേദി എന്ന് കരുതാറുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഓരോ ജീവജാലത്തിനും ഭൂമിയിൽ അവകാശമുണ്ട്. പക്ഷി, മൃഗം, മത്സ്യം, മരച്ചില്ല, പൂവ് എല്ലാവരും പ്രകൃതിയുടെ വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്. മനുഷ്യർക്ക് പോലെ അവർക്കും ജീവിക്കാൻ, ഭക്ഷണം നേടാൻ, സ്വാതന്ത്ര്യത്തോടെ ശ്വാസമെടുക്കാൻ അവകാശമുണ്ട്. ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചെറിയ കഥ നമുക്ക് കേൾക്കാം. ഭാഗ്യം ചെയ്തൊരു പൂച്ചയാണ്. റോണി ഭാഗ്യം ചെയ്തൊരു പൂച്ചയാണ്. മഹാമാരി ബാധിച്ച് ഗൾഫ് മലയാളികളിൽ പലരും പട്ടിണി അനുഭവിച്ചിട്ടും റോണിക്ക് ഉടവൊന്നും സംഭവിച്ചില്ല. കുണുങ്ങിയുള്ള റോണിയുടെ നടത്തത്തിന് ഒരു രാജകീയ ലുക്കുണ്ട്. റോണി UAE തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ ഏതോ ഒരു പൂച്ചയുടെ കുഞ്ഞാണ്. 2 മാസം പ്രായമുള്ള പൂച്ചക്കുട്ടിയെ കുടുംബനാഥന് കെട്ടിടത്തിൻ്റെ താഴെയിൽ നിന്നാണ് കിട്ടിയത്. പേടിച്ച് വിറങ്ങലിച്ച പൂച്ചക്കുട്ടിയെ അദ്ദേഹം തൻ്റെ കൈത്തണ്ടയിലെടുത്ത് മുറിയിൽ കൊണ്ടുവന്നു. ആദ്യമൊക്കെ പേടിച്ച 2 മുറിയുടെ മൂലയിൽ ഒളിച്ചിരുന്നു. പതുക്കെ വീട്ടുകാരുമായി നന്നായി ഇണങ്ങി. വീട്ടിലെ ഒരു അംഗമായി മാറി. പൂച്ചക്കുട്ടിക്ക് റോണി എന്ന് നാമകരണം ചെയ്തു. റോണിക്കായി പ്രത്യേകം കിടപ്പറ. എങ്കിലും കൂടുതൽ സമയവും യാദവിനൊപ്പമായിരുന്നു റോണിയുടെ കിടപ്പ്. യാദവ് ആ വീട്ടിലെ ഏക മകനാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പൂച്ചയാണ് കഥാനായകൻ. അതുകൊണ്ട് എനിക്ക് റോണിയെ നന്നായി അറിയാം. ആരെങ്കിലും വീട്ടിൽ ചെന്നാൽ റോണി വലിയ സ്നേഹപ്രകടനമാണ്. ദേഹത്ത് വന്ന് ഉരസുകയും നക്കുകയും ഒക്കെ ചെയ്യും. എനിക്ക് പണ്ടേ പൂച്ചകളോട് താല്പര്യമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ റോണി പതിവ് പോലെ സ്നേഹപ്രകടനവുമായി എന്നെ സമീപിച്ചു. മുട്ടിയുരുമാൻ വന്നു. പൊതുവെ മുഷട സ്വഭാവക്കാരിയാണ് ഞാൻ. റോണിയെ രൂക്ഷമായൊന്നു നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ നോട്ടത്തിൻ്റെ പൊരുൾ പാവത്തിന് മനസ്സിലായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഞാൻ ഏകദേശം 2 മണിക്കൂർ അവിടെ തങ്ങി. അതിനുള്ളിൽ റോണി പുറത്തു വന്നില്ല. പല്ലവി അതിനെക്കുറിച്ച് അത്ഭുതത്തോടെ പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. ഇനി ഈ പല്ലവി ആരാ അല്ലേ? എൻ്റെ സുഹൃത്ത്, അല്ലെങ്കിൽ റോണിയുടെ വീട്ടിലെ കുടുംബനാഥ. വീട്ടുകാരോട് ഇണങ്ങിയതുകൊണ്ട് തീർത്തും മാനുഷികമായ പെരുമാറ്റം തന്നെയായിരുന്നു റോണി കാണിച്ചിരുന്നത്. വിശപ്പാകുമ്പോൾ പ്രത്യേക ഒരു കരച്ചിലിലൂടെ പല്ലവിയെ അറിയിക്കും. പല്ലവിയോ യാദവോ റോണിക്കായി പ്രത്യേകം കരുതി വച്ചിരിക്കുന്ന ഭക്ഷണം നൽകും. അത് കഴിച്ച് റോണി വിശ്രമിക്കും. ബാത്റൂമിൽ വെച്ചിരിക്കുന്ന പോട്ടയിൽ പോയി മലമൂത്ര വിസർജനം നടത്തും. വീടിനകത്ത് മറ്റെവിടെയെങ്കിലും റോണി ഇതുവരെ മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല. ബാത്റൂമിൻ്റെ വാതിൽ എപ്പോഴും ചാരിയിടാറുണ്ട്. റോണി തലകൊണ്ട് തള്ളി തുറന്ന് തനിയകത്ത് കയറും. പതിവായി പുറത്ത് കോറിഡോറിലൂടെ ഉലാത്തുന്നൊരു പതിവ് റോണിക്കുണ്ട്. അപരിചിതരെ ആരെങ്കിലും കണ്ടാൽ പോയ സ്പീഡിൽ തിരിച്ചു പോരും. സഞ്ജയ് റോണിയുടെ ഗോഡ്ഫാദർ. റോണിക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിനോടാണ്. അദ്ദേഹം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വാതിൽക്കൽ വരെ ചെന്ന് നിന്ന് യാത്രയാക്കും. ലിഫ്റ്റ് കയറി പോകുന്നതിന് ശേഷമേ മടങ്ങി വരൂ. മടങ്ങി വന്നാൽ കുറെ നേരത്തേക്ക് മൗനമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വരവിനായി കാത്തിരിക്കും. സഞ്ജയ് തിരിച്ചു വരും വരെ തുടരും ഈ കാത്തിരിപ്പ്. ഇതിനിടയ്ക്ക് ഹാളിലെ സോഫ സെറ്റ് കയറി ഇറങ്ങി അലങ്കോലമാക്കും. നഖങ്ങൾ കൊണ്ട് സോഫ സെറ്റ് പോറുന്നത് പേടിച്ച് പല്ലവി അത് തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. സോഫയിൽ നിന്ന് ഇറങ്ങിയാൽ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ വേസിനിടയിലൂടെ ഓടിച്ചാടി കളിക്കും. കളി മതിയാകുമ്പോൾ യാദവിനൊപ്പം ബെഡിൽ പോയി കിടക്കും. സഞ്ജയ് മടങ്ങി വന്നാൽ റോണിക്ക് പിന്നെ സ്വർഗം കിട്ടിയ പോലെയാണ്. പിന്നെ ബാക്കിയുള്ളവരെ മൈൻഡ് ചെയ്യുകയില്ല. ആദ്യം അടുത്ത് ചെന്ന് വാലാട്ടി ഒരു പ്രത്യേക കരച്ചിലുണ്ട്. പിന്നീട് സഞ്ജയ് റാണിയെ കയ്യിലെടുക്കും. പിന്നെ ആ കയ്യിലിരുന്ന് കഥ പറച്ചിലാണ്. തൻ്റെ എല്ലാ പരാതിയും അവിടെ ബോധ്യപ്പെടുത്തും. മൃഗങ്ങൾക്കും അവരുടേതായ ഭാഷയുണ്ട്.
സ്നേഹത്തിന് മുൻപിൽ ഭാഷയ്ക്ക് പ്രാധാന്യമില്ല എന്ന് ഇവരുടെ സ്നേഹപ്രകടനത്തിൽ നിന്ന് ബോധ്യമാവും. മനുഷ്യനും മൃഗങ്ങൾക്കുമിടയിൽ ആശയങ്ങൾ കൈമാറുന്നതിന് ഭാഷ ഒരു തടസ്സമില്ല എന്ന് റോണി തെളിയിച്ചിരിക്കുന്നു. മ്യാവൂ എന്ന് വീട്ടിൽ ആര് വിളിച്ചാലും റോണി വിളിപ്പുറത്തെത്തും, തിരിച്ച് പ്രതികരിച്ചുകൊണ്ട് തന്നെ. ഒരു പൂച്ചയോടുള്ള നിലപാടല്ലായിരുന്നു വീട്ടിലുള്ളവർക്ക്. വീട്ടിലെ ഒരു കുട്ടിയെ സംരക്ഷിക്കുന്ന ലാഘവത്തോടെ തന്നെ അവർ റോണിയെ സംരക്ഷിച്ചത്. റോണിക്കായി പ്രത്യേകം സോപ്പ്, ടവൽ. പല്ലവി ഒന്നിടവിട്ട ദിവസങ്ങളിൽ റോണിയെ കുളിപ്പിക്കും. ചിക്കൻ ഫ്ലാവിയർ ആണ് റോണിയുടെ ഇഷ്ടഭക്ഷണം. അത് എന്നും ഉണ്ടാക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കൊറോണയുടെ ഭീതിയിൽ ഭക്ഷണ ദൗർലഭ്യം നേരിടുമെന്ന് ഭയന്ന് ആൾക്കാർ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുന്ന തിരക്കിൽ സഞ്ജയും പല്ലവിയും തങ്ങളുടെ റോണിയുടെ ഭക്ഷണ സാധനം വാങ്ങാൻ പോയി എന്ന് പറഞ്ഞത്. കഥ അവിടെ അല്ല. ചെന്ന ദിവസം മാർക്കറ്റിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നു. പിറ്റേ ദിവസം കൊടുക്കാമെന്ന് മാർക്കറ്റ് ഉടമ. പിറ്റേ ദിവസം സഞ്ജയ് മാർക്കറ്റ് ഉടമയെ ചെന്ന് കണ്ടു. റോണിക്കുള്ള സാധനങ്ങൾ വീട്ടിലെത്തി. റോണി നിയമപരമായി UAE-യിൽ മൃഗങ്ങളുടെ ഇടയിൽ പൗരത്വമുള്ള പൂച്ചയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് കാര്യമായ തകരാർ എന്തോ ഉണ്ടെന്ന് വായനക്കാർക്ക് തോന്നും. എന്നാൽ ഞാൻ പറഞ്ഞത് നഗ്ന സത്യമാണ്. പെറ്റ് മൃഗങ്ങൾക്കായി വളർത്തുന്ന മൃഗങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശമനുസരിച്ച് വാക്സിൻ എടുക്കണം. അതിന് പ്രത്യേകം പണം ഗവൺമെൻറ് നിയമപ്രകാരം കെട്ടിവെക്കണം. വാക്സിൻ എടുക്കുന്ന മൃഗത്തിന് ഗവൺമെൻറ് പാസ്പോർട്ട് നൽകും. നമ്മുടെ റോണിയുടെ കാര്യത്തിൽ സഞ്ജയ് എല്ലാ നിയമങ്ങളും പാലിച്ചിരുന്നു. റോണിക്കുമുണ്ട് സ്വന്തമായ ഒരു പാസ്പോർട്ട്. റോണി ആ കുടുംബത്തിൽ അംഗമായിട്ട് 2 വർഷം പിന്നിട്ടിരിക്കുന്നു. ഏകദേശം 15 വർഷമാണ് ശരാശരി പൂച്ചയുടെ ആയുർദൈർഘ്യം. എന്നാൽ 20 വർഷം വരെ ജീവിക്കുന്ന പൂച്ചയുണ്ട്. അത് പൂച്ചയുടെ വാസസ്ഥലത്തെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ കഥാനായകൻ മുൻ ജന്മത്തിലെ എന്തോ സുഹൃതം ചെയ്തിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. എനിക്ക് പോലും പൂച്ചയെ സംരക്ഷിക്കുന്ന ഇവരുടെ നിലപാടിനോട് വിദ്വേഷം തോന്നിയിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ പല്ലവിയോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. റോണിയുടെ സ്ഥാനത്ത് നിർധനനായ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പഠന ചെലവ് നിങ്ങൾക്ക് വഹിച്ചുകൂടെ? പക്ഷേ ഇന്ന് ഞാനടങ്ങുന്ന സമൂഹം മനസ്സിലാക്കേണ്ട നഗ്ന സത്യമുണ്ട്. മനുഷ്യരെ പോലെ മറ്റെല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികൾ തന്നെ. മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അന്വർത്ഥമായ പ്രഖ്യാപനത്തോടെ കൈകൂപ്പിക്കൊണ്ട് ഞാൻ റോണിയുടെ ജീവിതം സമർപ്പിക്കുന്നു. ഒപ്പം ജീവിതാന്ത്യം വരെ റോണിക്ക് സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയും.